ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ നൊയമ്പിന്റെ ഓരോ ദിനങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ നൊയമ്പിന്റെ അനുഭവങ്ങളും ഓരോ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളൊക്കെയാണ്. കാരണം നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തു അവൻ നമ്മുടെ ഇടയിൽ പാർക്കുന്നുണ്ട്. അവനോടൊപ്പം ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്ന നിമിഷങ്ങളാണ് ഈ നൊയമ്പിന്റെ അനുഭവങ്ങളൊക്കെ. തികച്ചും ഈ നൊയമ്പിന്റെ കാലയളവിൽ നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹൂ ആം ഐ? ഞാൻ ആരാണ്? അതെ, നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മുടെ പിതാവായി നമ്മോട് തിരികെ പറയുകയാണ്, ഞാൻ നിന്റെ പിതാവാണ്, നീ എന്റെ പുത്രനാണ്. അതുകൊണ്ട് ഒരു മാറ്റമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിൽ മാറ്റമില്ലാത്ത ചില മൂല്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നൊയമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇന്നത്തെ വേദഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വേദഭാഗം. ഒരു പിതാവിന്റെ നിത്യമായ സ്നേഹം, അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, ലോകത്തെ ഒരു വലിയ സ്നേഹത്തിലൂടെ മാറ്റിമറിച്ചവനായിട്ടുള്ള ഒരു പിതാവിന്റെ ഒരു നിത്യമായ സ്നേഹത്തെയാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിതാവ് എന്ത് സ്നേഹത്തോടെയാണ് നമ്മെ കരുതുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പിതാവും ഏറെ കരുതലോടെയാണ് നാം എല്ലാവരെയും നോക്കിക്കാണുന്നത്. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവനുള്ള സ്വർഗത്തിലെ പിതാവ് നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മെ സ്നേഹിച്ച്, ആ പിതാവിന്റെ സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെയാണ് 2 പുത്രന്മാരിൽ ഒരുവൻ തിരികെ സുബോധത്തോടെ കടന്നു വന്നപ്പോൾ അവന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനായിട്ടുള്ള, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവനായിട്ടുള്ള ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മക്കളോട് സംസാരിക്കുവാൻ പോലും, മക്കളോട് കുറച്ച് സമയം ചിലവഴിക്കാൻ പോലും സമയം വേർതിരിക്കാത്ത മാതാപിതാക്കളുടെ കാലത്ത് നമുക്കൊരു മാതൃകയാണ് ഈ പിതാവ്. ആ മകന്റെ തിരിച്ചുവരവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. തന്റെ അപ്പന്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നതോ ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു എന്ന് ആ പുത്രൻ പിതാവിന്റെ മുഖത്ത് നോക്കി പറയുന്ന ആ നിമിഷം പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, നമ്മുടെ പിതാവ് നമ്മോട് ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ പിതാവ് നമ്മെ കരുതുന്നവനാണ്. നമ്മുടെ പിതാവ് നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. അവൻ ഒരു നാളും നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയുമില്ല. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര വേദനകൾ വന്നാലും, നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പുള്ളതായാലും പിതാവിന്റെ സന്നിധിയിലേക്ക് നാം അവന്റെ മാറോട് ചേർന്നണയുമ്പോൾ ഒരിക്കലും കൈവിടാത്ത നിത്യമായ ഒരു സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നവനായിട്ടുള്ള ഒരു പിതാവാണ് എന്റെയും നിങ്ങളുടെയും ജീവനുള്ളനായ പിതാവ്. അതുകൊണ്ട് നാം എന്തിനു ഭയപ്പെടണം? നാം എന്തിനു പേടിക്കണം? കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന ഹൃദയങ്ങളായി തീരണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, മറ്റ് ആരും നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ആ സ്നേഹങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് കടന്നു പോകുന്ന അനുഭവങ്ങളാണ്. എന്നാൽ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതെന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കർത്താവിന്റെ സ്നേഹം ഒരു കളങ്കമില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് നാം ഓർക്കേണ്ടതായിട്ടുള്ള ഒരു ചിന്ത മാത്രമേ ഇന്നത്തെ ദിവസമുള്ളൂ. കർത്താവിന്റെ നിത്യമായ സ്നേഹം എന്ന് പറയുന്നത് അവൻ തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി തന്നു. അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിമ വെട്ടാതെ എല്ലാം സഫലമാക്കി തന്നു. എന്നാൽ ഇപ്പോഴും ഈ ലോകത്തിൽ നാം ഏവരും പാപത്തിന്റെ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ നൊയമ്പിന്റെ കാലയളവിൽ നമുക്കൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കണം. ഇനി ഞാൻ എന്റെ ദൈവത്തിനായിട്ട് ജീവിക്കും. ഇനി ഞാൻ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പിതാവിന്റെ സന്നിധിയുടെ ഭാഗമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നൊയമ്പിന്റെ കാലയളവിൽ ദൈവം നമ്മെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നു. നാം മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് കൈത്താങ്ങായി മാറി അവരെ സ്നേഹിച്ചുകൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പാപങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ നെഞ്ചിലേക്കൊന്ന് ചായുവാനായിട്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല.
കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിസന്ധികളിൽ വീണുപോയ അവസരങ്ങളിൽ അവന്റെ കരങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് സ്നേഹവാനായിട്ടുള്ള പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് എല്ലാവർക്കും വന്നു ചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.